മഴവെള്ളപ്പാച്ചിലിൽ വഴികുഴിയായി വീട്ടിലേക്കുള്ള വഴി അടഞ്ഞു. ഈ നാഷണൽ ഹൈവേയുടെ സൈഡിൽ മണ്ണിട്ട് പൊക്കിയതുകൊണ്ട് റോട്ടിലോട്ട് പോകേണ്ട വെള്ളം അവിടെ തടസ്സപ്പെട്ട് എൻ്റെ വീട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇഴജന്തുക്കളും കാടും പിടിച്ചു കിടക്കുകയാണ്. അടിയന്തരമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൻ്റെ ഇടപെട്ട് ഈ ഒരു ദുരന്തം ഒഴിവാക്കി തരണം. അശാസ്ത്രീയമായ നാഷണൽ ഹൈവേ നിർമ്മാണമാണ് ദുരിതത്തിന് കാരണം. മഴക്കാലത്തിന് മുമ്പ് കഴിയുന്നതും അടുത്ത ദിവസം തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഇഴജന്തുക്കളും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആരെങ്കിലും നേരിട്ട് വന്ന് കണ്ടാൽ ഇത് ബോധ്യമാകുന്നതാണ്. വീട്ടുകാർ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലാണ് സംഭവം. SBI ബാങ്കിന് എതിർഭാഗത്ത് ജ്യോതിസ് ഭവനിൽ ശ്യാംകുമാറിന്റെ കുടുംബത്തിനാണ് ഈ ദുർഗതി. ഹൈവേയുടെ വശത്ത് പുതുതായി നിർമ്മിച്ച ഓടയിൽ നിന്ന് 1.5 മീറ്റർ വീതിയുള്ള സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് വെറുതെ കുഴിയായി കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്താണ് പെയ്ത്ത് വെള്ളം റോഡിലൂടെ ഒഴുകി വന്ന് നിറഞ്ഞ് കവിഞ്ഞത്. 12-ാം വാർഡിൽ നാഷണൽ ഹൈവേക്ക് സമീപം താമസിക്കുകയാണ്. ഇപ്പോഴത്തെ SBI ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴിയിൽ നാഷണൽ ഹൈവേ ഇട്ടിരിക്കുന്ന ഓടയ്ക്കും അടുത്ത വീട്ടിനും തമ്മിൽ 2 മീറ്റർ അകലത്തിൽ മഴയത്ത് വെള്ളം കിട്ടി എൻ്റെ വീട്ടിലോട്ട് ഒഴുകി എൻ്റെ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സമീപത്ത് താമസക്കാരനായ ശ്യാംകുമാറിന്റെ വീട്ടിലേക്ക് കുത്തി ഒഴുകുന്നത് നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് 15 മീറ്ററോളം അകലെയാണ് ശ്യാംകുമാറിന്റെ വീട്. മഴവെള്ളപ്പാച്ചിലിൽ ഉണ്ടായ ഒരു സംഭവമാണ്. വീട്ടിലേക്കുള്ള വഴി അടഞ്ഞതായാണ് പരാതി വന്നിരിക്കുന്നത്. ശാസ്ത്രീയമായ നാഷണൽ ഹൈവേ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ദുരിതത്തിന് കാരണമായത് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലാണ് SBI ബാങ്കിന് എതിർഭാഗത്ത് ജ്യോതിസ് ഭവനിൽ ശ്യാംകുമാറിന്റെ കുടുംബത്തിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് വെറുതെ കുഴിയായി കാടുമൂടി കിടക്കുന്ന സ്ഥലത്താണ് പെയ്ത്തുവെള്ളം റോഡിലൂടെ ഒഴുകി വന്ന് നിറഞ്ഞ് കവിഞ്ഞതും സമീപത്തെ താമസക്കാരനായ ശ്യാംകുമാറിന്റെ വീട്ടിലേക്ക് കുത്തി ഒഴുകിയതും. നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് 15 മീറ്ററോളം അകലെയാണ് ശ്യാംകുമാറിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ചരിഞ്ഞ ഈ സ്ഥലം ഹൈവേയുടെ നിർമ്മാണത്തോടെ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓടയുടെ സമീപത്തായുള്ള താഴ്ന്ന ഭാഗം നിരപ്പാക്കുന്നതിനായി കുറേ നാളുകൾക്ക് മുമ്പ് ടിപ്പറിൽ മണ്ണ് ഒരു വശത്ത് ഇറക്കിയിട്ടുള്ളതായും ഈ മണ്ണ് നിരത്താഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും പ്രദേശത്തെ വെള്ളം മുഴുവൻ ശ്യാംകുമാറിന്റെ പുരയിടത്തിലേക്ക് കുത്തി ഒഴുകിയെത്തി വഴി മുഴുവൻ വൻകുഴി രൂപപ്പെട്ടതായും കുടുംബം ആശങ്കപ്പെട്ടു. വാഹനങ്ങൾ കയറ്റി ഇറക്കുന്നതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല കാൽനടയും ദുഷ്കരമായിരിക്കുകയുമാണ്. അതിലും ഗുരുതരമായ മറ്റൊരു പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ വീടിൻ്റെ പിൻഭാഗത്തെ മതിൽക്കെട്ടിൽ കെട്ടിക്കിടന്ന് മതിൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയാണ്. ഇതും ഒരു അപകടകരമായ അവസ്ഥയാണ് ഇവിടെ നിന്നും ചൂണ്ടിക്കാണിക്കാനുള്ളത്. മഴ തുടരുകയാണെങ്കിൽ വീട് ഉൾപ്പെടെ തകരാൻ സാധ്യതയുള്ളതായി വീട്ടുകാർ പറയുകയും ചെയ്യുന്നു. സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് വെറുതെ കുഴിയായി കാടുമൂടി കിടക്കുന്ന സ്ഥലത്താണ് പെയ്ത്തുവെള്ളം റോഡിലൂടെ ഒഴുകി വന്ന് നിറഞ്ഞ് കവിഞ്ഞതും സമീപത്തെ താമസക്കാരനായ ശ്യാംകുമാറിന്റെ വീട്ടിലേക്ക് കുത്തി ഒഴുകിയതും. നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് 15 മീറ്ററോളം അകലെയാണ് ശ്യാംകുമാറിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ചരിഞ്ഞ ഈ സ്ഥലം ഹൈവേയുടെ നിർമ്മാണത്തോടെ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓടയുടെ സമീപത്തായുള്ള താഴ്ന്ന ഭാഗം നിരപ്പാക്കുന്നതിനായി കുറേ നാളുകൾക്ക് മുമ്പ് ടിപ്പറിൽ മണ്ണ് ഒരു വശത്ത് ഇറക്കിയിട്ടുള്ളതായും ഈ മണ്ണ് നിരത്താഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും പ്രദേശത്തെ വെള്ളം മുഴുവൻ ശ്യാംകുമാറിന്റെ പുരയിടത്തിലേക്ക് കുത്തി ഒഴുകിയെത്തി വഴി മുഴുവൻ വൻകുഴി രൂപപ്പെട്ടതായും കുടുംബം ആശങ്കപ്പെട്ടു. വാഹനങ്ങൾ കയറ്റി ഇറക്കുന്നതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല കാൽനടയും ദുഷ്കരമായിരിക്കുകയുമാണ്. അതിലും ഗുരുതരമായ മറ്റൊരു പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ വീടിൻ്റെ പിൻഭാഗത്തെ മതിൽക്കെട്ടിൽ കെട്ടിക്കിടന്ന് മതിൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയാണ്. ഇതും ഒരു അപകടകരമായ അവസ്ഥയാണ് ഇവിടെ നിന്നും ചൂണ്ടിക്കാണിക്കാനുള്ളത്. മഴ തുടരുകയാണെങ്കിൽ വീട് ഉൾപ്പെടെ തകരാൻ സാധ്യതയുള്ളതായി വീട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. നാഷണൽ ഹൈവേ നിർമ്മിച്ചിട്ടുള്ള ഓടയുടെ സൈഡിലായുള്ള തരിശുനിലം നികത്താൻ ഇറക്കിയിട്ടിരിക്കുന്ന മണ്ണ് നികത്താത്തത് മൂലം കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയും ഇവിടെ സംജാതമാണ്. ഈ ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ട് കുത്തൊഴുക്ക് ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ ഓടയുടെ സൈഡിലായുള്ള വീടിൻ്റെ മതിലും ശ്യാംകുമാറിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന സൈഡിലായുള്ള മതിലും പൂർണ്ണമായി തകർന്നു വീഴും എന്നുള്ളത്
വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് റോഡരികിൽ ഇറക്കിയിട്ടിരിക്കുന്ന മണ്ണ് നിരത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ച് ഈ കുടുംബത്തെ ദുരിതക്കയത്തിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ശ്യാംകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും അപേക്ഷ. എന്തായാലും അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപേക്ഷ പരിഗണിക്കണം. കാരണം വളരെ ഒരു മോശമായ അവസ്ഥയാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി മഴയുടെ കാലമാണ്. മഴക്കാലം എത്തുന്നതോടുകൂടി പൂർണ്ണമായും ഈ ഭൂമി, ഈ വീടും ഈ സ്ഥലവും തീർച്ചയായും ഭൂമിക്ക് അടർന്നു വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് അധികൃതർ കണ്ണു തുറക്കണം, ഈ കുടുംബത്തെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ന്യൂസ് കേരളം 24 പറയുവാനുള്ളത്. താമസിക്കുകയാണ്. ഇപ്പോഴത്തെ SBI ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്.